പത്തനംതിട്ട ജില്ലയിൽ കോന്നി 32,000-ലധികം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച സീറ്റില് ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത് പത്തനംതിട്ടയിൽ. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. ആരാ പറയുന്നത്? NDA സ്ഥാനാർത്ഥി. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട് പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിലെ CPM-ന്റെ കൊള്ള, ബാങ്കിലെ കൊള്ള. അപ്പൊ നിങ്ങളെല്ലാവരും വാർത്തയിട്ട് എന്താണ് ED പിടിമുറുക്കുന്നു പാർലമെന്റ് ഇലക്ഷന് മുമ്പ്. അപ്പൊ ഞാൻ നിങ്ങളോട് അന്നൊരു വാക്ക് പറഞ്ഞു, ED പിടിമുറുക്കുന്നത് തൃശൂർ സീറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പൂരം തല്ലി തകർത്ത് പൂരം അലമ്പാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ED എവിടെയെങ്കിലും പിടിമുറിക്കുക? ആ പിടി എവിടെ പോയി? അവിടെ ഒരു ഡീലായിരുന്നു. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ. അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് 77-ല്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോണത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല.